ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ ബീഹാറിലെ പല മണ്ഡലങ്ങളിലും പോയാൽ അവിടെയൊക്കെ താരപ്രചാരകരായ മലയാളികളെ കാണാൻ വേണ്ടി കഴിയും. പല പാർട്ടികൾക്കായിട്ടാണ് ഈ താരപ്രചാരകർ പ്രചാരണത്തിനൊക്കെ വരുന്നത്. കഴിഞ്ഞ ദിവസം വൈശാലിയിൽ വെച്ച് ഒരു CPI നേതാവിൻ്റെ ഹിന്ദിയിലുള്ള പ്രസംഗം കേൾക്കേണ്ടി വന്നു. അത് മറ്റാരുമല്ല, എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് സന്തോഷാണ്. സന്തോഷിൻ്റെ ഈ വൈശാലിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നല്ലേ നമുക്ക് ചോദിക്കാം. ഇന്നലെ അങ്ങ് വൈശാലിയിൽ പ്രചരണം നടത്തുന്നത് കണ്ടിരുന്നു. അത് കോൺഗ്രസിനെതിരായിട്ടാണ്. ഈ ദേശീയ തലത്തിൽ കോൺഗ്രസും CPI ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തുന്ന ഒരു കൗതുകരമായ കാഴ്ച കണ്ടിരുന്നു. അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെയുള്ളതിനപ്പുറത്തേക്ക് CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി, CPI RJD സഖ്യത്തിന് വേണ്ടി എന്ന് പറയാം. ബീഹാറിൽ CPI മത്സരിക്കുന്നത് 9 സീറ്റുകളിലാണ്. അതിൽ കോൺഗ്രസുമായി 4 സീറ്റിൽ തർക്കമാണ്. അത് പരിഹരിക്കാനുള്ള കുറേ ശ്രമങ്ങൾ ഉന്നത നേതൃത്വങ്ങൾ നടത്തി, പക്ഷെ അത് നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ കുറേ കോൺഗ്രസിൻ്റെ അനാവശ്യമായ അവകാശവാദങ്ങളാണ്. ഒരു CPIക്കെതിരെ മാത്രമല്ല, RJDക്കെതിരെയും മത്സരിക്കുന്നുണ്ട്. ഇതിലെ വൈശാലിയിൽ അങ്ങ് പ്രചരണം നടത്തുന്ന സ്ഥലത്ത് RJDയുടെ പിന്തുണ CPIക്കാണ്. CPIക്കാണ് RJDയുടെ പിന്തുണ. മല്ലികാർജുൻ ഖാർഗെ സാബ് ഇടക്ക് വന്ന് അവിടെ ഒരു പ്രസംഗം ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വിയുടെയും പേര് പോലും പറയാതെ നടത്തി എന്ന് പറയുന്ന ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ RJD ആണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഫോഴ്സ്. അതില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പക്ഷെ അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണയുണ്ടല്ലോ RJD ആയിട്ട്. ആ ധാരണക്ക് വിരുദ്ധമായിട്ടാണ് കോൺഗ്രസ് ചില സീറ്റുകളിലെങ്കിലും മത്സരിക്കുന്നത്. അപ്പോൾ അത് മഹാഗഡ്ബന്ധൻ്റെ സാധ്യതകളെ ലഘൂകരിക്കുന്ന ഒന്നാണ്. പക്ഷെ എന്നാലും ആകമൊത്തം ജയിക്കാനുള്ള നല്ല സാധ്യതയുണ്ടെന്നാണ് എന്നെപ്പോലെ ഒരാൾക്ക് തോന്നുന്നത്. സന്തോഷ്, ഏതാണ്ട് എൻ്റെ ഒരു അറിവിൽ ഒരു 2 പതിറ്റാണ്ടായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ വളരെ സജീവമായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു CPIയുടെ തന്നെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ പ്രചാരണമൊക്കെ നടത്തുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അങ്ങ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ഈ കേരളത്തിലെ പ്രചാരണവും ഇവിടുത്തെ പ്രചാരണവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നാറുണ്ടോ? വലിയ വ്യത്യാസമാണ്. ഇവിടെ വന്നാൽ ഇലക്ഷൻ നടക്കുന്നതായിട്ട് തോന്നുകയേയില്ല. കേരളത്തിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവവും നേതാക്കന്മാരൊരു ഭ്രാന്ത് പിടിച്ച് അങ്ങനെയല്ല ഓടുന്നൊരു സംഭവമല്ലേ. ആർക്കെങ്കിലും നേരമുണ്ടോ? എന്തിനെങ്കിലും നേരമുണ്ടോ? പ്രത്യേകത ഞാൻ ഒന്ന് കണ്ടത്, നേതാക്കളെല്ലാം പറക്കുകയാണ്. അല്ല, അവിടെയും നേതാക്കന്മാർ അത്യാവശ്യം പറക്കുന്നവരുണ്ട്. പക്ഷേ ഇലക്ഷൻ ഓരോ ഇഞ്ചിലും ഫീൽ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സ്ഥാനാർത്ഥികളൊക്കെ അവർക്കുള്ളതിൻ്റെ 10 ഇരട്ടി സൗന്ദര്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് പോസ്റ്റൽ മോളിലൊക്കെ. കാരണം ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഭംഗിയാക്കി, അത് ഭയങ്കര ആർട്ട് വർക്കാണല്ലോ. ക്യാമറ മനോഹരമായ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രഗത്ഭരായ ആളുകൾ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്ത് പല പോസ്റ്ററാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും നമ്മുടെ ഇത്രയും സൗന്ദര്യം ഉണ്ടോ എന്ന്. അങ്ങനെ അത്ര ഗംഭീരമായിട്ടാണ് അത് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ നിങ്ങൾ മഷീട്ട് പരതിയാൽ പോലും ഒരു പോസ്റ്റർ കാണില്ല. എവിടെ ഞാൻ കണ്ടിട്ടില്ല ഇതിനിടയിൽ. പിന്നെ അപൂർവം ചില ബാനറുകൾ, നമ്മളെ ഈ ചെറിയ നോട്ടീസുകൾ, ഇത് മാത്രമേ ബീഹാറിലുള്ളൂ. വലിയ ബോർഡുകളും ഇവിടെ ഇല്ല. അത് വെച്ച് നോക്കുമ്പോൾ വളരെ സൈലന്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഗ്രാമങ്ങളിലൊക്കെ നല്ല എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു പ്രശ്നം, ഓരോ ജാതിക്കും ഭയങ്കര നിർണായകമായ സ്വാധീനമുണ്ട്. ആ ജാതിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പം ഈ എളുപ്പമാണ്. ബാക്കി നിങ്ങൾ എന്ത് പൊളിറ്റിക്സ് പറഞ്ഞാലും അവസാനമാകുമ്പോൾ ഒരു ജാതിക്കളിയാണ്. അതുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഞാനൊരു കാര്യം ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഈ CPIയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ സജീവമായിട്ട് ഇരുന്നുകൊണ്ട് എന്താണ് ഒരു ഫീല് കിട്ടുന്നത്? ഗ്രൗണ്ട് ഫീൽ എന്താണ്? സന്തോഷിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത് എന്താണെന്ന് രാഷ്ട്രീയമായിട്ടല്ല, ഞാൻ ഒരു മാറ്റമുണ്ടോ, മാറ്റത്തിൻ്റെ ഒരു കാറ്റുണ്ടോ? അല്ല, ബീഹാറിലെ ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ശരിയാണ്. കാരണം ഈ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടത്തിന് കുപ്രസിദ്ധി നേടിയ ആളാണ്. അപ്പം ആ ഒരു സാഹചര്യം മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിസ്സായ ഒരു കാര്യം ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി നേടിയാൽ രാജ്യത്ത് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ നിതീഷിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ഭരണം നിൽക്കുന്നത്. ഇവിടെ അത് പൊളിഞ്ഞാൽ, തോറ്റു കഴിഞ്ഞാൽ JDUവിന് കേന്ദ്രത്തിൽ കൊടുക്കുന്ന പിന്തുണക്ക് ബുദ്ധിമുട്ട് വരും. മാത്രമല്ല, ഇവരൊന്നും അങ്ങനെ സ്ഥിരം നിൽക്കുന്നവരല്ല. നിങ്ങൾ ഈ പോയവരൊക്കെ എടുത്തു നോക്കിയാൽ ഇവരൊക്കെ എന്തോരം പാർട്ടി പ്രവർത്തിച്ചു, MP മാരെന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ കണക്കുണ്ടാവില്ല പലർക്കും. ഞാൻ അവരെല്ലാവരും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. അവരേതോ ഒരു പാർട്ടി തുടങ്ങി വേറെ ഏതോ പാർട്ടി പ്രവർത്തിച്ച് വേറെ ഏതോ പാർട്ടിയിൽ എത്തി എന്നുള്ളവരൊക്കെയാണ്. അപ്പം ഇവിടെ ഇത് പോയാൽ
സ്വാഭാവികമായിട്ടും കേന്ദ്ര ഭരണം ഒന്ന് ഇളകും. ആ നിലയിൽ ഒരു വലിയ റാലിയും അടക്കമുണ്ടാവാൻ എനിക്ക് തോന്നുന്നത്. അത് ബീഹാറിന് വേണ്ടി മാത്രമല്ല, രാജ്യത്തിനാകെ വേണ്ടിയാണ്. അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അതേസമയം ബീഹാർ കുറേയധികം മാറി. ആ മാറ്റത്തിൽ നിതീഷിനൊരു പങ്കുണ്ട് എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം കുറച്ചു കാലം മുമ്പുള്ള ബീഹാറല്ല. പിന്നെ RJD സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മഹാഗഠബന്ധനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ നല്ല മുഖം ഉണ്ട് എന്നുള്ളതാണ്, തേജസ്വി യാദവ്. അപ്പോൾ അത് കോൺഗ്രസിന് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അതാണിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി.